അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ ചെക്കിയക്കുട്ടിയൊക്കെ ഉടുപ്പൊക്കെ പൊന്തിച്ച് ഓടുന്നുണ്ട്. എൻ്റെ മൂത്ത ആങ്ങള പുതിയ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എങ്ങോട്ടെങ്കിലൊക്കെ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് അവന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ രണ്ടാളും പെട്ടെന്ന് മാറ്റി റെഡിയായി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് അവർ കൂട്ടാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയുണ്ട്, മൂത്താങ്ങള, പിന്നെ മൂത്താങ്ങളുടെ വൈഫ്, മോള്, ചെറിയ ആങ്ങളുടെ വൈഫ്, കുട്ടികൾ എല്ലാവരുമായിട്ടാണ് പോണത്. അപ്പോൾ ഇതാ നമ്മൾ കൽപ്പറ്റ ബൈപ്പാസിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരമൊന്നും പോയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇവിടെ എന്നൂരുണ്ടല്ലോ അവിടെയാണ്. അവിടെ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പോയി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് ഉണ്ട് എന്നല്ലാതെ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തി നമ്മുടെ വണ്ടിയൊക്കെ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇവിടുന്ന് കുറച്ച് ദൂരം ഇവർ ജീപ്പിലാണ് കേട്ടോ കൊണ്ടുപോവുക. ആ ഒരു സ്ഥലം വരെ ജീപ്പിൽ കൊണ്ടുപോകും. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അതാ ജീപ്പിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓരോരുത്തരെ കയറ്റാൻ വേണ്ടിയിട്ട് ജീപ്പൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. വൈകുന്നേരം 5 മണിക്ക് തന്നെ ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്യും. നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഒരു ജീപ്പിലൊക്കെ കയറി. ജീപ്പിൽ കയറിയതേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. അമ്മാതിരി സ്പീഡായിരുന്നു കേട്ടോ. ഇവർക്ക് നമ്മളവിടെ ഇറക്കിയിട്ട് വേണം അടുത്ത ആൾക്കാരെടുക്കാൻ വേണ്ടിയിട്ട് വരാൻ. അപ്പോൾ അതുപോലത്തെ സ്പീഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഫീലൊക്കെ ആയിരുന്നു ആ ജീപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനിത് ഒട്ടും സ്പീഡൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു സ്പീഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല പിടിച്ചിരുന്ന് എല്ലാവരും ഇതാ കുട്ടികളൊക്കെ ഇറുകി പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ചെക്കിയക്കുട്ടിയൊക്കെ പേടിച്ച പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അവൾക്ക് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അനുഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചൊരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി വരുന്നത് പോലെ വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ ജീപ്പൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ടിക്കറ്റൊക്കെ ഇവിടെ ഈ കൗണ്ടറിൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം വയനാട്. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ നമ്മളവരെ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. വലിയവർക്ക് 80 രൂപയും പിന്നെ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 40 30 അങ്ങനെ എങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തതാ ഇനി അങ്ങോട്ട് ഫുള്ള് നടക്കാൻ വേണ്ടിയിട്ടാണുള്ളത്. മേലെ ഒരു അത്യാവശ്യം ഉയരത്തിലേക്ക് തന്നെ കയറി പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓരോരുത്തർ കുട്ടികളൊക്കെ താഴെയൊക്കെ വെച്ച് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബേജാറൊന്നുമില്ല, വണ്ടി കാര്യങ്ങളൊന്നും വരില്ല, കുട്ടികളെ ഇഷ്ടത്തിന് അങ്ങനെ നടക്കാമല്ലോ. അപ്പോൾ നട്ടുവെച്ച സമയത്തൊന്നും പോകാത്തത് തന്നെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്താ വെച്ചാൽ ഈ സമയത്ത് തന്നെ ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അത്യാവശ്യം ടയേർഡായി പോകും കേട്ടോ. നട്ടുവെച്ച സമയമൊക്കെ ആണെങ്കിൽ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കൂലേ. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ ഇപ്പം എന്തെങ്കിലും കളിക്കുന്ന സാധനം കാണും എന്നുള്ള ആ രീതിക്കാണ് ഓടുന്നത്. നമ്മുടെ ചെറിയ കുട്ടിക്കൊക്കെ എവിടെ പോയാലും പാർക്ക് വേണമല്ലോ. അവളൊക്കെ എന്താ അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമില്ല എന്നുള്ളത് അവർക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ അതൊക്കെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് വന്നത്. ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇവിടെ കയറിയപ്പോൾ പ്രത്യേക ഒരു ഭംഗി നമ്മുടെ ആകാശത്തിനുണ്ടായിരുന്നു കേട്ടോ. അതാണ് പ്രത്യേകം കാണാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ അത് അമ്മച്ചിയും നാത്തൂനൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നാത്തൂനും പറ്റിയ ആൾ തന്നെയാണ് കേട്ടോ അമ്മച്ചിയും. അവർക്ക് രണ്ടാക്കും പിന്നെ എവിടെ പോയാലും ഫോട്ടോ എടുക്കണം. അപ്പോൾ ഞാൻ എവിടെ പോയാലും പിന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ കൂടും. അപ്പോൾ ഇതിലിങ്ങനെ നടക്കുന്ന സമയത്ത് സൂര്യൻ മുന്നിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ചെരിഞ്ഞും മറിഞ്ഞൊക്കെ പോകുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. പിന്നെ കയറി പോകുന്നതിനനുസരിച്ച് ഉയരം കൂടുന്തോറും ടേസ്റ്റ് കൂടുന്നു പറയുമ്പോൾ തന്നെ ഉയരം കൂടുന്തോറും അത്ര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ശ്രദ്ധിച്ചത് താഴോട്ടൊന്നല്ല, നമ്മുടെ ആകാശം തന്നെയാണ്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയം ഒരു 4 മണി 4:30 ആ ഒരു ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ മേലോട്ട് അങ്ങനെ കയറി പോവാണ്. ഇവിടെയൊന്നും പ്രത്യേകിച്ചൊന്നും കാണാൻ വേണ്ടിയിട്ടില്ല. ഇങ്ങനെ ഈ ഒരു കൈവരികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മേലെന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നിലത്തൊക്കെ നമ്മുടെ വെട്ടുകല്ല് വെച്ചിട്ടാണ് അവർക്ക് ഇങ്ങനെ നടപ്പാത ഒരുക്കിയിട്ടുള്ളത്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികളൊക്കെ പിന്നെ ആങ്ങളുടെ കൂടെ ഫ്രണ്ടിൽ ഓടിയിട്ടുണ്ട് കേട്ടോ.
ഞാൻ പറഞ്ഞല്ലോ അവർ എന്തോ പ്രതീക്ഷിച്ചെന്ന പോലെയാണ് ഓടുന്നത്. വല്ല പാർക്കോ സ്ലൈഡോ ഒക്കെ കാണുന്നുള്ള ആ ഒരു രീതിക്കാണ് ഓടുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, നടുഭാഗം ഇങ്ങനെ ഹോളായിട്ട്. എന്താണ് ആ പ്രതിമ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ പിന്നെയും അവിടെ നിന്നൊക്കെ പോന്നു. കുറേ ഇങ്ങനെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തെത്തിയപ്പോഴും നമ്മുടെ ആകാശത്തിന് നല്ല അടിപൊളിയൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സീനറിയാണ് ഇവിടെ. പിന്നെ എവിടെ പോയാലും കാണുന്നത് പോലെ തന്നെ ഇവിടെയും അത്യാവശ്യം സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, ചിരട്ട കൊണ്ടുള്ള സാധനങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പൊടികളും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു സ്റ്റാൾ ഉണ്ടായിരുന്നു. മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ആയിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ട ഒരു സ്റ്റാളാണ് കേട്ടോ അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. വേറെ നല്ല കുട്ടികളെ കളിപ്പാട്ടങ്ങളും പിന്നെ മരം കൊണ്ടുള്ള കൈലുകൾ, നമ്മൾ വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയ അലങ്കാര വസ്തുക്കൾ ഒക്കെ ആയിട്ടൊരു സ്റ്റാളായിരുന്നു. ഏറ്റവും കൂടുതൽ തിരക്കും ഇവിടെ തന്നെയാണ് കേട്ടോ. നമ്മുടെ കുട്ടിയൊക്കെ അവിടെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അവിടുന്ന് ഒരു എന്തോ ഒരു പിപിയോ അങ്ങനെ എന്തോ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ അതാ തൊട്ടടുത്ത് കാണുന്നത് മൺപാത്രങ്ങളാണ്. നമ്മുടെ മൺപാത്രത്തിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ അലൂമിനിയത്തിൻ്റെ കൈയൊക്കെ ആയിട്ട് പിടിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ പിടിയുള്ള സൈസ് മൺചട്ടികളൊക്കെ. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി. 120 രൂപയോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഈ പിടിയൊക്കെ ഉള്ള ചട്ടിക്കൊക്കെ. അപ്പോൾ പുറത്തെത്രയാണെന്ന് അറിയില്ല, എന്നാലും എനിക്ക് അത്ര വലിയ വിലയായിട്ട് തോന്നിയില്ല. എന്തോ പ്രത്യേകിച്ച് അറിയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നെ നമ്മൾ കുറച്ച് താഴോട്ടാണ് പോകുന്നത്. മേലോട്ട് പോയി പിന്നെ ഇങ്ങനെ താഴോട്ട് അങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൊത്തത്തിൽ കുറച്ച് അത്യാവശ്യം ദൂരം തന്നെ നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി അവിടെയും കുറച്ച് താഴോട്ട് വന്നപ്പോഴും അവിടെയുണ്ട് കുറച്ച് സ്റ്റാളുകളൊക്കെ ആയിട്ട്. പിന്നെ ട്രൈബൽ മെഡിസിനൊക്കെ ആയിട്ടാണ്. എണ്ണകളുണ്ട്, മുടി വളരാനുള്ള വേദന തൈലം, മൈറ്റൈൻ ഓയിൽ, പിന്നെ വെരിക്കോസ്, അങ്ങനെ ചുമ, അലർജി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മെഡിസിൻസൊക്കെ ആയിട്ടുള്ള ഒരു സ്റ്റാൾ തന്നെയായിരുന്നു അത്. പിന്നെ അവിടെ നിന്ന് ഇതാ അങ്ങനെ ഇറങ്ങി പോവുകയാണ്. പിന്നെ ഈ പോകുന്ന സ്ഥലത്ത് അവിടുത്തെ എന്താ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും ഉണ്ട് കേട്ടോ. പക്ഷെ ഉച്ചക്ക് മാത്രമാണ് അവിടെ ഫുഡ് ഉണ്ടാവുള്ളൂ. രാവിലെ ഉണ്ടാവുമോ എന്നറിയില്ല. എന്തായാലും വൈകുന്നേരം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നടന്ന് ഇനിയാണ് കേട്ടോ നമ്മൾ എന്നൂര് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയാണ് നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് കാണാനുള്ള സംഭവങ്ങൾ ഇവിടെയാണ് ഉള്ളത്. എവിടെയാണെന്ന് വെച്ചാൽ എന്താ പറയുക, ചെറിയ ചെറിയ കുടിലുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാണാൻ തന്നെ അത്യാവശ്യം എന്താ പറയുക, ആ പഴമയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ളതാണ്. ഇവിടെ ഈ കൈവരികളൊക്കെ കണ്ടില്ലേ, മണ്ണുകൊണ്ട് തേച്ച് ആ ഒരു രീതിക്കാണുള്ളത്. അപ്പോൾ കുറേ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ കുടിലുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ എന്തേലും ചെറിയൊരു പാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അതും കൂടെ കുട്ടികൾക്കൊരു ഉഷാറാവുമായിരുന്നു എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, അങ്ങനെ ആ ഒരു പഴമ നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം. ഇപ്പം ഉണ്ടാക്കുമോയെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യത്തെ കുടിലിൻ്റെ അവിടേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. പണ്ടത്തെ അതുപോലെ തന്നെ പുല്ലൊക്കെ മേഞ്ഞിട്ടുള്ള മേൽക്കൂരയൊക്കെയാണ് കേട്ടോ ഉള്ളത്. പുല്ലൊക്കെ പാറിപ്പോവാതിരിക്കാനായിരിക്കാം ഇപ്പോൾ മേലെ കൂടെ വലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൂണൊക്കെ മുളക് കൊണ്ടൊക്കെയാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ഭിത്തിയൊക്കെ മണ്ണുകൊണ്ട് തേച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മതിലോ ഇതൊക്കെ കാണിച്ചു തന്നില്ലേ, ഫുള്ള് മണ്ണുകൊണ്ടാണ് തേച്ചിട്ടുള്ളത്. മണ്ണ് തേച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ കൂടെ പെയിൻറ്റോ അങ്ങനെ എന്തോ ഒന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു തിളക്കം കാണുന്നുണ്ട്. എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്നൊക്കെ താഴോട്ട് നോക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഓരോരോ കുടിലുകളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തിയാൽ നമ്മുടെ ആ ഒരു പഴയ കാലത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സൈഡിലൂടെയൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ഇതൊക്കെ വലുതായാൽ അതും ഒരു ഭംഗി കൂട്ടുമായിരിക്കും അല്ലേ. അങ്ങനെ എല്ലാവരും മേലെത്തി. പിന്നെ ഒന്ന് താഴെ ഇറങ്ങിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇരിക്കാനുള്ള സ്ഥലം കണ്ടപ്പോൾ ഓരോരുത്തർ ഇരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ എന്നാലും അവരുടെ പ്രതീക്ഷ കൈവിടാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഉണ്ട് കാണും എന്നുള്ള ആ ഒരു രീതിക്ക്.
ഒരു കുടിലിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ മേലുള്ളതിലൊക്കെ കുറേ ആളുകൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടപ്പോൾ കയറി നോക്കിയതാണ്. നിലമൊക്കെ കാവിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതുപോലെ മേലെ ഭാഗത്ത് പരമ്പുകൊണ്ടാണ് മേൽക്കൂര റെഡിയാക്കിയിട്ടുള്ളത്. പുറവശത്ത് പുല്ലും ഉള്ളിൽ പരമ്പും പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്തു കൂടെ കയറി ഒരു ഭാഗത്തു കൂടെ അങ്ങനെ ഇറങ്ങി വരികയാണ്. ഡോറൊക്കെ നമ്മുടെ ഇല്ലിയൊക്കെ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല സെറ്റപ്പാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഒഴിഞ്ഞൊരു സ്ഥലം കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടികളതൊക്കെ എടുത്തു, പിന്നെ ഞങ്ങളതും എടുത്തു. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാന്ന് വെച്ചിട്ട് പോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പം ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കുക തന്നെയായിരുന്നു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ വീണ്ടും മേലോട്ട് തന്നെ കയറി വരികയാണ്. അപ്പോൾ ഒരു ഭാഗത്തു കൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. വേറൊരു ഭാഗത്തും കൂടെ കുറച്ചും കൂടെ ഇങ്ങനെ കുടിലുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടാണ് ഇപ്പോൾ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ദാ ഇവിടെ വന്നപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ മണ്ണുകൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതും ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്ന പോലെ തന്നെയാണ്. ഏകദേശം ഉൾവശമൊക്കെ എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ഹാളും 2 റൂമും ആക്കിയതുപോലെ തന്നെയാണുള്ളത്. പിന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ ഇറങ്ങി വന്ന ആ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ക്യാൻറ്റീനിൻ്റെ ആ ഒരു ഭാഗം കസേരയൊക്കെ കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കിട്ടൂല. രാവിലെയും ഉച്ചക്കും ഉണ്ടാവുക തോന്നുന്നു. ഉച്ചക്ക് ഉണ്ട് എന്തായാലും. ഫുഡൊക്കെ എങ്ങനെയാണെന്നും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല. വൈകുന്നേരമാണല്ലോ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് പോകുമ്പോൾ നമ്മൾ നേരത്തെ കയറാത്തൊരു സ്റ്റാളിലും കൂടെ ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാപ്പി മരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ എണ്ണയും പിന്നെ പഴയകാല മിഠായികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയും കുട്ടികളൊക്കെ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അവിടുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് വേണ്ടതൊക്കെ ഓരോരുത്തർ തന്നെ തൊട്ട് കാണിക്കുന്നുണ്ട്. കുറച്ചെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങി പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എന്നൂർ എന്ന സ്ഥലത്ത് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ തിരിച്ചിറങ്ങുമ്പം കുറച്ചൊരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാര്യങ്ങൾ അവർക്ക് കുറേ ഓടി നടക്കുക എന്നല്ലാതെ കളിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും അവിടുന്ന് ഇതാ തിരിച്ചു പോരുകയാണ്. ഇനിയും ആ ഒരു നമ്മൾ വന്നിറങ്ങിയ ജീപ്പ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ജീപ്പുകൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകുന്നവരെ കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ജീപ്പിലൊക്കെ കയറി നമ്മൾ താഴോട്ടേക്ക് തന്നെ തിരിച്ചു പോയി. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെ കണ്ടപ്പോൾ ചെറിയൊരു വിഷമം തോന്നി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ വേറൊരു പാർക്കിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ലെങ്ത് കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എന്നൂരിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക. പോയവരൊക്കെ ഒരുപാട് ഉണ്ടാവുമല്ലോ അല്ലേ. പോയവരും അഭിപ്രായം പറയുക, ഇനി പോകാനിരിക്കുന്നവരൊക്കെ പറയുക. ഇവിടെ കാണാനുള്ള ഏകദേശം ഞാൻ എല്ലാം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ വന്ന് കാണുക വയനാട്ടിൽ വന്നിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.